എൻ്റെ പേര് സെബാസ്റ്റ്യനാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് ചെക്കടാറ എന്ന സ്ഥലത്തിനടുത്താണ്. അപ്പം 30 കൂടുതൽ പശുക്കളും കാളകളും മറ്റു കുറേ ജീവികളും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിൽ മൂന്ന് പേരാണ് എൻ്റെ തൊഴുത്തിലുള്ളത്. ബാക്കിയൊക്കെ പല വീടുകളിൽ താൽക്കാലിക സംരക്ഷണത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൽ തീരെ വരുമാനമില്ലാത്തതും കറവില്ലാത്ത പശുക്കളെയും പിന്നെ കാളക്കുട്ടന്മാരെയൊക്കെ പൈസ കൊടുത്തൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. നമ്മളൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പശുവിനെ 20 വർഷം മുമ്പ് രക്ഷപ്പെടുത്തി. അതിനുശേഷം അത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം കൊല്ലപ്പെടാതിരിക്കാനാണെന്ന് രക്ഷപ്പെടുത്തി. പക്ഷേ പ്രസവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുട്ടീനെ കണ്ടപ്പോൾ അതിനെ വിൽക്കാൻ തോന്നില്ല. അങ്ങനെ കുട്ടി അവിടെ നിന്ന് വളർന്ന് അത് പശുവായി. അപ്പം നമുക്ക് സ്വന്തം സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓരോ വീടുകളിൽ മാറി ഇങ്ങനെ താൽക്കാലികമായിട്ട് ഏൽപ്പിച്ച്. അപ്പോൾ ഒന്നിനെ കൊടുത്ത് 2 ആയിട്ട് തിരിച്ചു വരും. പിന്നെ അവർക്കൊരു കുട്ടീനെ അവർ നോക്കുന്നതിന് എടുക്കും. അതിനെ അവർ വിൽക്കാൻ നോക്കുമ്പോൾ അതിനെ തിരിച്ചു വാങ്ങി മറ്റേതെങ്കിലും വീട്ടിലേൽപ്പിക്കും. ഇങ്ങനെ 10-20 വർഷം കൊണ്ട് ഒരു 10-30 കൂടുതലെണ്ണമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കശാപ്പുകാർ കൊല്ലാൻ കൊടുക്കുന്നതിനെ കുറേ എണ്ണത്തിനെ വാങ്ങി രക്ഷപ്പെടുത്തി. ഇതിനെല്ലാം പല വീടുകളിൽ കൂടെ ഇങ്ങനെ നിർത്തിയേക്കാണ്. അപ്പോൾ നമുക്കിതുവരെ സ്വന്തം സ്ഥലം ഇതിനു വേണ്ടി റെഡി ആയിട്ടില്ല. അപ്പോൾ 2 പേര് കൂടിയിട്ട് 2 ഏക്കർ സ്ഥലം വാങ്ങി. പക്ഷേ അവർ പൈസ മുഴുവൻ കൊടുക്കാത്തതുകൊണ്ട് സ്ഥലം വിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം പശുക്കളെല്ലാം കാളകളും ഒക്കെ പല വീട്ടിൽ കൂടെ നിർത്തിയാണ്. 10-13 എണ്ണത്തിന് പൈസ കൊടുത്ത് നിർത്തിയേക്കുന്നതാണ്. അപ്പം മാസം 10-40,000 രൂപയുടെ മേലെ ഇപ്പോൾ തന്നെ ഇതിന് ബാധ്യതയുണ്ട്. ഈ 13 എണ്ണത്തിന് തന്നെ. ബാക്കിയുള്ളതിൽ നിന്നും താൽക്കാലികമായിട്ട് നമുക്ക് സാമ്പത്തിക ബാധ്യതയില്ല. പക്ഷേ എന്നാ പ്രശ്നമെന്ന് വെച്ചാൽ മറ്റു വീടുകളിൽ ഇങ്ങനെ നിർത്തുമ്പോൾ ഇതിൻ്റെ എണ്ണം കൂടി വരും. കാരണം നമുക്കതിനെ സംരക്ഷിക്കാൻ മേലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തും. അപ്പോൾ സ്ഥലം റെഡിയാക്കിയിട്ട് എല്ലാവരും അവിടെ ഒന്നിച്ചെത്തിച്ചൊരു ഗോശാലയാക്കാനാണ് നോക്കുന്നത്. പശുക്കൾ മാത്രമല്ല, കുറേ പൂച്ചകളും മറ്റ് ജീവികളൊക്കെ ഉണ്ട്. പട്ടികളെ പൂച്ചകളൊക്കെ ആണെങ്കിൽ വെറുതെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലും. അപ്പം നമ്മളെപ്പോലെ ജീവനും വേദനയും എല്ലാ ജീവികൾക്കും ഉണ്ട്. അപ്പം ഭൂമി നമുക്ക് മാത്രം ജീവിക്കാനുള്ള സ്ഥലമല്ലോ. ഇവിടെ ജനിക്കുന്ന ഏതൊരു ജീവിക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. എന്ന് വിചാരിച്ച് ലോകത്തുള്ള എല്ലാത്തിനും നമുക്ക് ഒറ്റയ്ക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആകുന്നതിനെ നമ്മൾ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ സ്വാഭാവിക മരണം വരെ സംരക്ഷിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പശുക്കളെ വരുമാനമുള്ളതൊക്കെ മറ്റു വീടുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ നോക്കുന്നതിന് അവർ ഫ്രീ ആയിട്ട് നോക്കില്ലല്ലോ. അപ്പോൾ കറവയുള്ള പശുക്കൾ പാലിൽ കറക്കുന്നൊക്കെ നോക്കുന്ന വീട്ടുകാർ കറന്നിറക്കും. പക്ഷിമൃഗാദികളുടെ ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടും പിന്നെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് അന്ന് 2009, ഇപ്പം നിലവിൽ ആ സംഘടന ഇല്ല, തൃശ്ശൂർ സംഘടന ജീവസ്നേഹി എന്ന് പറയുന്ന സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും കേരളത്തിൻ്റെ പല ഭാഗത്തും പിന്നെ പോസ്റ്ററുകളും നോട്ടീസുകളൊക്കെ അടിച്ച് വിതരണം ചെയ്യുകയും ഒട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അപ്പോൾ തന്നെ മൃഗങ്ങളെ പശുക്കളെയും മറ്റു ജീവികളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതുകൊണ്ട് സ്റ്റേറ്റ് ലെവൽ അവാർഡ് 2013 അവാർഡ് 2015 കിട്ടിയിരുന്നു. മൃഗക്ഷേമ പ്രവർത്തനത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ്. ക്ഷീരകർഷകൻ്റെ അല്ല, മൃഗങ്ങളോടുള്ള ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. പശു എന്ന് മാത്രമല്ല, ഏതൊരു ജീവിക്കും ഇവിടെ മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യന് മാത്രം ജീവിക്കാനുള്ള സ്ഥലമല്ല ഭൂമി. ഭൂമിയിൽ ജനിക്കുന്നൊരു ജീവിയും എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ്. അപ്പം മറ്റു ജീവികൾക്കെല്ലാം അവകാശപ്പെട്ട സ്ഥലം എല്ലാം മനുഷ്യൻ കയ്യേറി അവന് മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും. അങ്ങനെയുള്ള സ്വാർത്ഥതയാണ് ഈ ഭൂമിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ കാരണം. സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ കയ്യിൽ ഒരുപാട് കാളക്കുട്ടികളും പശുക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ തൊഴുത്തിൽ 3 കാളക്കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മറ്റ് പല കാളകളും പശുക്കളൊക്കെ പല സ്ഥലങ്ങളിൽ പല വീടുകളിലൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിനെല്ലാം ഒരു തൊഴുത്തിൽ കൊണ്ടുവന്ന് വളർത്തണം എന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം. പക്ഷേ ചേട്ടന് അതിന് ഉള്ള സാഹചര്യമില്ല, പണമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.